ഹലോ ഡിയേഴ്സ്, റമദാനൊക്കെ അല്ലേ വരുന്നത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ആക്കുന്നത് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്പെഷ്യൽ നെയ്ച്ചോറിന്റെയും അതിന് കോംബോ ആയിട്ട് ഒരു നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ ഒരു സാധാ നെയ്ച്ചോറല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ നെയ്ച്ചോറ് തന്നെയാണ്. നമുക്ക് നോമ്പൊക്കെ പിടിച്ചിട്ട് ആ ഒരു നെയ്ച്ചോറ് കഴിച്ചാല് അത്ര ക്ഷീണമൊന്നും തോന്നില്ല. നെയ്യ് ഒട്ടും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കനിലേക്ക് ആദ്യം കുറച്ച് മസാല പുരട്ടി മാറ്റി വെക്കാം. അതിനുവേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഉണ്ടല്ലോ, ഇത് മസാല പുരട്ടിയ ശേഷം ഒരു 15 മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി നമുക്ക് അധികം സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ ഇത് മസാല പിടിക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ട സവാള ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സവാള നന്നാക്കി എടുത്ത ശേഷം ഞാനൊരു ചോപ്പറിലിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കുന്നത്. 7 മുതൽ 8 സവാള വരെ ഉപയോഗിക്കാം. ഞാനിപ്പോ ഇതിലേക്ക് വേണ്ടി ഒരു മീഡിയം സൈസ് സവാള 7 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ സവാളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 6 സവാള മതിയാകും. ഇതിപ്പോ ഒരു മീഡിയം സൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് 7 സവാള ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഇത് ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ. പിന്നെ ഉണ്ടല്ലോ, ഈ ചോപ്പറിനെ കുറിച്ച് ഞാനൊരു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അതായത് ഈ ചോപ്പർ ഉണ്ടല്ലോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ റമളാനൊക്കെ അല്ലേ വരുന്നത്. എന്തായാലും ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനുണ്ടാകും. അതുപോലെ കറിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് സവാളയൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു ടൈമാണല്ലേ. അപ്പോ ഈ ഒരു ടൈമില് നമുക്ക് ഇതുപോലെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സവാള നല്ല ഫൈനായിട്ട് തന്നെ ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിലും അവൈലബിൾ ആണ്. ഞാൻ മേടിച്ച സമയത്ത് ഇത് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരുന്നു. ആമസോണിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിന് റേറ്റ് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് നമുക്ക് ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ കുറച്ച് സവാള, അതായത് 2-3 സവാള അത്രയും കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനൊരു 3 ബാച്ച് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര സവാള കുറച്ചിടുന്നോ അത്ര നല്ല ഫൈനായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിപ്പോ പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ മിക്കവാറും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതായത് നമുക്ക് സമയം കളയാനില്ല. നേരത്തെ കൂട്ടി അരിഞ്ഞൊന്നും വെക്കുന്ന ഒരു പരിപാടി ഇല്ല എനിക്ക്. ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച ശേഷമായിരിക്കും മിക്കവാറും ഞാൻ സവാള നന്നാക്കി ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. പ്രത്യേകിച്ച് ഈ റമളാനില് നമുക്ക് ഒരുപാട് സ്നാക്സും അതുപോലെ ഒരുപാട് സവാളയുടെ യൂസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏതാണ്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, വളരെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് കേട്ടോ ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത്. അതുപോലെ നല്ല ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പൊ അതുപോലെ ചിക്കൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ബാച്ച് ആയിട്ടാണ് കേട്ടോ ചിക്കൻ വറുത്തെടുക്കുന്നത്. ഫസ്റ്റ് ബാച്ച് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഉണ്ടല്ലോ, ഈ ചിക്കൻ കറി വെക്കുന്ന സമയത്ത്, ഈ റോസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചിക്കൻ വറുത്തെടുക്കൂലേ, അത് നമ്മൾ ഒരുപാട് അങ്ങ് ഡീപ് ഫ്രൈ ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രേവിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. അതേസമയം ഒരു ഷാലോ ഫ്രൈ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ചിക്കൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും.
അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിലിട്ട ശേഷം ഞാൻ ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 20 ചെറിയുള്ളി ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അതും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും നമുക്ക് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ ഒരു വെളുത്തുള്ളി അല്ലി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അത്രയും നന്നാക്കി എടുത്ത ശേഷം നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് വേണം കേട്ടോ ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ. പിന്നെ ഉണ്ടല്ലോ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായി. ഇനി നമുക്ക് ചെറിയുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ 20 ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും ഈ ഒരു ചോപ്പറിലേക്ക് ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയുള്ളി 20 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 20 ചെറിയുള്ളി ഒരു ചോപ്പറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചെറിയുള്ളി നമുക്ക് ഈസി ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ 2 വലിയ തക്കാളിയും ഈ ഒരു ചോപ്പറിലിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചോപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ചോപ്പറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഈ ചെറിയുള്ളി ചോപ്പ് ചെയ്തത് ഞാൻ സവാളയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് തന്നെ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ല വലിപ്പമുള്ള തക്കാളി ആണെങ്കിൽ 2 തക്കാളി ഉപയോഗിച്ചാൽ മതി. അതല്ല ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചോപ്പറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ആ ചിക്കൻ വറുക്കാനിട്ടതിന്റെ കാര്യം മറന്നു പോരുത് കേട്ടോ. ചിക്കൻ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് കുക്കായി വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ചിക്കൻ പീസൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് ഡീപ്പാക്കി ഫ്രൈ ചെയ്യണ്ട. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അടുത്ത ബാച്ച് ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ റോസ്റ്റിനും കറിക്കും അതുപോലെ ബിരിയാണിക്കും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് ഡീപ്പാക്കി കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ പീസ് ഭയങ്കര ഹാർഡായിട്ട് തോന്നും. അതുപോലെ ഗ്രേവിക്ക് ടേസ്റ്റ് കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഉണ്ടല്ലോ ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ബാച്ച് ചിക്കൻ വറുക്കാനിട്ട ശേഷം ഞാൻ ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു. ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നാക്കി എടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നില്ലേ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് മാക്സിമം പണികൾ ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. റമദാനിക്കൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ, നമുക്ക് പെട്ടെന്ന് പണി തീർക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഞാൻ അരി കുതിർത്താൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഇതിപ്പോ ഞാൻ ഇന്ത്യ ഗേറ്റിന്റെ ലോങ് ഗ്രെയിൻ റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോ അത് ഞാനൊരു 4 കപ്പ് റൈസാണ് എടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് കുതിർത്താൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇന്ത്യ ഗേറ്റിന്റെ ബസുമതി റൈസ് ഒരു 20 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ചിക്കനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം കേട്ടോ. സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് വേണം അടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ കുട്ടികൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു പച്ചമുളക് എടുത്തത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് ട്രാൻസ്പെറന്റ് ആയി വരുന്ന സമയത്ത് വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ട മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രഷ് ആയിട്ട് പൊടിച്ച, അപ്പൊ ഗരം മസാല ഞാൻ ഓൾറെഡി പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ച കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3-4 ഏലക്ക എന്നിവ ചേർത്ത് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ട്. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി. ഇതിലേക്ക് 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ ചോപ്പറിലിട്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് അധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി നിറയെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രേവിക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും മസാല ഒന്ന് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്കാക്കി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോ ചിക്കനിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒന്നുകൂടെ കുക്ക് ആവാനുണ്ട്. അങ്ങനെ ഇത് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം നല്ല രീതിയിൽ ചിക്കൻ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 12 കാഷ്യൂ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായി വന്ന ശേഷം വേണം കേട്ടോ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചെടുത്ത ശേഷം മിക്സ് ചെയ്തെടുത്ത ശേഷം ഉണ്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ ഇത്. കാഷ്യൂ പേസ്റ്റ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ആണ്. അതും ഈ ഒരു നെയ്ച്ചോറിന് പറ്റിയ ഒരു അടിപൊളി കിടിലൻ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ആ സ്പെഷ്യൽ നെയ്ച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ച് ഇതിൽ നിന്ന് മാക്സിമം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. ഒരു 3-4 തവണയൊക്കെ വെള്ളമൊഴിച്ച് പേസ്റ്റ് ആക്കി എടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അങ്ങനെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു നെയ്ച്ചോറ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കുക്കർ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നെയ്ച്ചോറിൽ ഞാൻ ഒട്ടും നെയ്യ് ഉപയോഗിക്കുന്നില്ല. അതാണ് ഈ ഒരു നെയ്ച്ചോറിന്റെ പ്രത്യേകത. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ സാധാരണ നെയ്ച്ചോറിന് ചേർക്കുന്ന ആ ഒരു അളവിൽ ചേർത്ത് കൊടുക്കാം.
ഈ ഹോൾ സ്പൈസസ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരില്ലേ, ആ ഒരു ടൈമിൽ നല്ല മണമൊക്കെ വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ പിഴിഞ്ഞു വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ അളന്നിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 3.5 കപ്പ് തേങ്ങാപ്പാലാണ്. പിന്നീട് ഇതിലേക്ക് ഒരു 2.25 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടല് ഒരു 6.25 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 4 കപ്പ് റൈസിന് 6.25 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ബസുമതി റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കറിനെ മൂടി ക്ലോസ് ചെയ്ത ശേഷം ഒറ്റൊരു വിസിൽ മതി കേട്ടോ. ഒരു വിസിലാവുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന ഒരു സമയത്ത് അപ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്ത് ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റണം റൈസ്. എന്നാലാണ് ഇത് ഓവർ കുക്ക് ആവാതെ റെഡി ആയി കിട്ടുന്നത്. അതുപോലെ റൈസ് വിട്ട് വിട്ട് കിട്ടുകയും ചെയ്യും. നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റൈസ് ആണിത്. ഈ റൈസിന്റെ കൂടെ നമുക്ക് ഈ ഒരു കിഡിലൻ ചിക്കൻ റോസ്റ്റും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.